നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ തപാലിൽ വന്ന ഒരു കത്താണ്. സംസ്ഥാന വൈദ്യുതി ബോർഡിലെ CHRMന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ ഒരു വിവരാവകാശം നൽകി. എന്താണ് വിവരാവകാശം? വിവരാവകാശം എന്തെന്നാൽ ഞങ്ങൾ 3 സ്ഥലത്തേക്ക് വിവരാവകാശം വിട്ടു. ബോർഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഓഫീസിലും CHRMന്റെ ഓഫീസിലും അക്കൗണ്ട്സ് ഓഫീസർക്കും ഞങ്ങൾ വിവരാവകാശം വിട്ടു. എന്തിനു വേണ്ടി? ഞങ്ങൾ നേരത്തെ ഒരു വിവരാവകാശം ചോദിച്ചപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന് മറുപടി നൽകി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജി ശ്രീ പഞ്ചാബ് കേശന് എത്രയാണ് പ്രതിമാസ പ്രതിഫലം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളൊരു വിവരാവകാശം ഇട്ടു. അതിന് മറുപടി നൽകിയത് 6 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ മറുപടിയുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിന് നൽകിയ മറുപടി തീരുമാനിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ അവിടെ ഒരു കള്ളത്തരമുണ്ട്. കള്ളത്തരം എന്ന് പറയുമ്പോൾ സത്യസന്ധമായി പ്രവർത്തിക്കാൻ വൈദ്യുതി ബോർഡിലെ ഓഫീസർ സംഘടനയുടെ പിണിയാണികൾക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മുഴുവൻ ക്രമക്കേടുകളും മുഴുവൻ നിയമപരമായ ചില വിഷയങ്ങൾ ഉപദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഞങ്ങളത് പറയും. ഞങ്ങളത് പറയാൻ തന്നെ കാരണം വിവിധ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ വിവരാവകാശത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത് തീരുമാനിച്ചിട്ടില്ല എന്ന്. എന്നാൽ 20/6/2025 ഞങ്ങളൊരു വിവരാവകാശം നൽകി. അക്കൗണ്ട്സ് ഓഫീസർക്ക് CHRMന്. ശ്രീ LNDU ആയിരിക്കുന്ന റിട്ടയർഡ് ജഡ്ജി പഞ്ചാബ് കേശൻ എന്ന വ്യക്തിക്ക് എത്രയാണ് വേതന തുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചു. 6 മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചപ്പോൾ മറുപടിയില്ല, തീരുമാനിച്ചിട്ടില്ല. അവിടെ ഗുരുതരമായ കുഴപ്പമുണ്ട്. ഈ 10 നില കെട്ടിടത്തിലും കുറെ കുഴപ്പങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഓഫീസർ അസോസിയേഷന്റെ പിണിയാളുകൾക്ക്. അവരാണല്ലോ ഭരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി ലഭിച്ചു. സൂചന: അപേക്ഷയിൽ താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ള ചോദ്യം 3, 4ന്റെ വിവരം ചുവടെ ചേർക്കുന്നു. അന്നും ഇതുപോലെ തന്നെയാണ് ചോദിച്ചത്. BO ഡയറക്ടർ ബോർഡ് നമ്പർ 504/2024 KSEB LA ആൻഡ് DEO 262/2024 LA2 GNL 1/2024 TVM ഡേറ്റഡ് 27/11/2024 പ്രകാരം ശ്രീ പഞ്ചാബ് കേശന്റെ, ഇതിൽ എഴുതിയിരിക്കുന്നത് പഞ്ചാബ് കോശന്റെ എന്നാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് പഞ്ചാബ് കോശന്റെ. പഞ്ചാബ് കേശൻ എന്നാണ് ഞങ്ങൾക്കറിയാവുന്ന വിവരം. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് പഞ്ചാബ് കോശന്റെ. സേവന കാലാവധി 1/8/2024 മുതൽ 1 വർഷം വരെ നിശ്ചയിച്ചിട്ടുള്ളതാകുന്നു. BO FDD നമ്പർ 283/2025 KSEB LNDO 133/2025 AL01/TVP ഡേറ്റഡ് 21/5/2021/5/2025 പ്രകാരം ശ്രീ പഞ്ചാബ് കോശന്റെ, ഞങ്ങൾക്കറിയില്ല പഞ്ചാബ് കോശനാണോ പഞ്ചാബ് കേശനാണോ അറിയില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നു പഞ്ചാബ് കേശൻ എന്നാണ്. പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്നത് പഞ്ചാബ് കോശൻ എന്നാണ്. പ്രതിമാസ വേതനം 1,95,378 രൂപയാണ്. അക്കത്തിലും എഴുതിയിട്ടുണ്ട്, അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട്. 1,95,378 രൂപ. ബേസിക് റുപ്പീസ് 1,05,610 രൂപ. DA 55,973 രൂപ. DA പ്രത്യേകിച്ച് കേൾക്കാനുള്ളതാണ്. ഫീൽഡ് ജീവനക്കാരാണ് ഇത് കേൾക്കാനുള്ളത്. സീനിയർ സൂപ്രണ്ടന്മാരും സീനിയർ അസിസ്റ്റന്റുമാരും AOമാരും മുഴുവൻ ആൾക്കാരും ഈ DA കുറിച്ച് കേൾക്കണം. ബോർഡിലെ DA മുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജിക്ക് 55,973 രൂപ DA കൊടുക്കുന്നു എല്ലാ മാസവും. അതാണ് ബോർഡിന്റെ നയം. അവിടെ ഇടപാടുകളുണ്ട്. 53% DA കൊടുക്കുന്നു പുള്ളിക്ക്. ബോർഡിൽ റിട്ടയർ ചെയ്തു വന്നിരിക്കുന്ന LNDOയ്ക്ക് കൊടുക്കുന്നതാണ്
55,973 രൂപ, 53% DA. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാറശാല മുതൽ കാസർഗോഡ് ബദിയെടുക്ക വരെ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് DA ഇല്ല. അവർക്ക് DA കുടിശ്ശികയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് കൃത്യമായി DA എഴുതിയിട്ടുണ്ട്. 55,973, 53% DA. ഇത് ഞങ്ങൾക്ക് കിട്ടിയ രേഖകളാണ്, ഞങ്ങൾ അത് കാണിക്കുന്നു. HRA എഴുതിയിട്ടുണ്ട് 33,793. റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ നിയമോപദേശം കൊടുക്കാനാണ് അവിടെ കൊണ്ടുവന്നത്. നിയമോപദേശം കൊടുത്ത് ആരോപണ വിധേയനായ സിജി, അതായത് സിജികുമാർ, വർക്കിംഗ് അറേഞ്ച്മെന്റിൽ LNT വരെ തൊട്ട് താഴെ ഇരിപ്പുണ്ട്. സിജികുമാർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് 2013. പവർ ഹൗസിലെ കാശടിച്ചു മാറ്റിയവനും കേസ് കൊടുത്തിട്ടുണ്ട്. അവനും ഇതിലുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് LNT അവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഉപദേശം നൽകി തിരുവനന്തപുരത്ത് കരമനയിലെ കുഞ്ചാലുമൂട്ടിലുള്ള കൽപ്പന ഗോപി, അതായത് ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ 6.25 കോടി രൂപയുടെ സ്ഥലം 3.25 കോടി രൂപയ്ക്ക് വിറ്റ് നിയമോപദേശം നൽകി. ഞങ്ങൾ ആ പേപ്പർ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിയമോപദേശകന്റെ ഉപദേശം. ഞങ്ങൾ പച്ചയ്ക്ക് വാർത്ത ചെയ്യും. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. FTDയുടെ മുഴുവൻ സാധനവും ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, ഔദ്യോഗികമായും അനൌദ്യോഗികമായും. ബോർഡ് രക്ഷപ്പെടണമെന്നും ബോർഡ് നന്നാകണമെന്നും തീരുമാനിച്ചുകൊണ്ട് കുറെ ഉദ്യോഗസ്ഥർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരാണ് ഞങ്ങളുടെ രക്ഷകർ. അവർ തരുന്ന രേഖകൾ ഞങ്ങൾ നിയമപരമായി എടുക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അത് കൃത്യമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. ഈ പഞ്ചാബ് കേശൻ എന്ന് പറയുന്ന ആളിന്റെ വ്യക്തമായ സാലറി ഞങ്ങൾക്ക് കിട്ടി. 53% DA കിട്ടിയിട്ടുണ്ട്. 30,000 പെൻഷൻകാർക്കും 25,000 ജീവനക്കാർക്കും കിട്ടാത്ത DA ആണ് പുള്ളിക്ക് എഴുതിയിരിക്കുന്നത് 53%. അത് പരിശോധിക്കേണ്ടതുണ്ട്. ട്രാവൻകൂർ എക്സ്പ്രസ് യാഥാർത്ഥ്യമുള്ള വാർത്തകൾ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ LNT വന്നതിന് ശേഷം സ്ഥലക്കച്ചവടത്തിൽ നിയമോപദേശം നൽകി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു ഉപദേശകനുണ്ട്, ബോർഡിനെതിരെ കേസ് കൊടുത്തു, വ്യാജമായ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, പ്രൊമോഷനുകൾ അടിച്ചു മാറ്റി. സിജികുമാർ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. ഇതാണ് ബോർഡിലെ നിയമ വ്യവസ്ഥ. പാവപ്പെട്ട ജീവനക്കാരുടെ ഇൻക്രിമെന്റുകൾ കവർന്നെടുക്കാനാണ് അവിടെ ഇരിക്കുന്നത്. ഇതാണ് ബോർഡിലെ LNTയുടെ അവസ്ഥ. നിങ്ങളുടെ ഇൻക്രിമെന്റ് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇങ്ങനെയുള്ളവന്മാർ അവിടെ ഇരുന്നാൽ ഇൻക്രിമെന്റ് അല്ല പലതും നഷ്ടപ്പെടും. ഞങ്ങൾ LNTയുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റു വിഭാഗങ്ങളിലും അഴിമതികളുണ്ട്. അത് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പൊളിച്ചെടുക്കാനാണ് ഈ വിദഗ്ധന്മാർ ഇവിടെ എത്തിയത്. വർക്കിംഗ് അറേഞ്ച്മെന്റിലും റിട്ടയർ ചെയ്തും ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്, മറ്റു മേഖലകളിലെല്ലാം ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അതെല്ലാം അവർ പരിശോധിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം നമുക്ക് നടപടി സ്വീകരിക്കാം. ഞങ്ങൾ എന്തായാലും നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. ആ നിയമ നടപടികൾ എന്താണെന്ന് നിങ്ങളെ അടുത്ത വാർത്തകളിൽ കൂടി ഞങ്ങൾ അറിയിക്കുന്നതാണ്. വീണ്ടും കാണാം.